ഹലോ. കേൾക്കാൻ ശ്രമം ഓഡിബിളാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ ഇന്ന് ഷഡ്ചക്ര ധ്യാനത്തെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു ഋതിയുടെ പ്രോഗ്രാമിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇപ്പൊ ഷഡ്ചക്ര ധ്യാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വലിയ യോഗികളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്, അവര് പരിശീലിക്കുന്നതായിട്ടുള്ള കാര്യം, സാധകര് പരിശീലിക്കുന്ന കാര്യമാണ് ഷഡ്ചക്ര ധ്യാനം എന്നൊക്കെ ഒരു ധാരണയുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഋതിയിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഋതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഋതിയെ കുറിച്ചൊക്കെ ഞാൻ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അഭിവൃദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ് എന്നൊക്കെ. അപ്പൊ അതിന് നമ്മളുടെ ഊർജം, നമ്മളിൽ നിന്നുള്ള നമ്മളുടെ പ്രഭ, അല്ലെങ്കിൽ ഭാരതീയ സിദ്ധാന്തം അനുസരിച്ചിട്ട് നമ്മളുടെ ആത്മചൈതന്യം, അതല്ലെങ്കിൽ നമ്മളുടെ സൂക്ഷ്മ ശരീരം. നമ്മൾ സ്ഥൂലമായ ഒരു ശരീരം ഉണ്ട് അല്ലെ, എന്നെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ കാണുന്നതിന്റെ സ്ഥൂലമായിട്ടുള്ള ഒരു ശാരീരികാവസ്ഥയാണ്. അത് കൂടാതെ ഭാരതീയ വേദാന്തം പറയുന്ന സൂക്ഷ്മ ശരീരത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഈ സൂക്ഷ്മ ശരീരം എങ്ങനെയാണ് ശക്തിമത്താകുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. നമ്മളുടെ ചിന്തകള്, അതിലൂടെ പ്രവഹിക്കുന്ന ആ ഒരു ഊർജം, അത് നമുക്കൊരു പ്രഭ ഉണ്ടാക്കി തരുന്നു. നമ്മുടെ ദിനചര്യകള് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു പ്രഭ, അത് ആ പ്രഭ എന്ന് പറയുന്നത് നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കാണാൻ കഴിയാത്തതും, നഗ്നനേത്രങ്ങൾ കൊണ്ട് മനുഷ്യരുടെ പ്രഭ കാണാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആ രീതിയിൽ സിദ്ധി അല്ലെങ്കിൽ ആ രീതിയിൽ സാധനകളൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റില്ല. ആ കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ആ ഒരു ശരീരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര ഭാഗങ്ങൾ, അതാണ് നമ്മൾ ഷഡ്ചക്രങ്ങളായിട്ട് ഭാരതീയ സിദ്ധാന്തം പറയുന്നത്. ഭാരതത്തിലേക്ക് ഈ ഷഡ്ചക്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഷഡ്ചക്രങ്ങളിൽ മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെ, ആ ആജ്ഞാചക്രവും ഭേദിച്ചാണ് സഹസ്രാര പത്മം എന്ന് പറയുന്ന ഒരു ഏഴാമത്തെ ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ഏഴാമത്തെ ഒരു ചക്രം കൂടി ഉണ്ട് നമ്മുടെ ശിരസിന്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ആ ഭാഗത്ത്. അപ്പോ ആ ഒരു യാത്ര, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഷഡാധാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ മൂലാധാരത്തിന്റെ ബീജാക്ഷരം അല്ലെങ്കിൽ മന്ത്രം എന്ന് പറയുന്ന ശബ്ദം എന്ന് പറയുന്നത് ലം എന്നാണ്. അത് സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ സഹസ്രാര പത്മത്തിലെ ബീജാക്ഷരം അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്നത് ഷം എന്നാണ്. ലക്ഷം അല്ലെങ്കിൽ ലക്ഷ്യം എന്നൊക്കെ ആ ബീജാക്ഷരങ്ങളിൽ നിന്നാണ് ആ വാക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലക്ഷം എന്ന് പറയുന്നു. ഇപ്പൊ മന്ത്രങ്ങളൊക്കെ അക്ഷരലക്ഷം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം സംഖ്യ ജപിച്ചാൽ സിദ്ധി ഉണ്ടാവും എന്നൊന്നും ഒരിടത്തും പറയുന്നില്ല. പക്ഷെ ആ മന്ത്രങ്ങൾ കൊണ്ട് ലം മുതൽ ഷം വരെ ജീവിതത്തിന്റെ ലക്ഷ്യം, മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെയുള്ള അതിനെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള ആ പടികൾ എന്ന് പറയുന്നത്. അപ്പൊ മോക്ഷത്തിലേക്കുള്ള ആ പടികൾ, അല്ലെങ്കിൽ ഈ ഒരു വിദ്യ അഭ്യസിക്കാനാണ് വിദേശീയരായിട്ടുള്ള ആൾക്കാരൊക്കെ അറിവ് തേടി നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ആത്മവിദ്യ അഭ്യസിക്കാനാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധനാ സമ്പ്രദായങ്ങളുണ്ട് ഇല്ലേ. സംഗീതം ഒരു സാധനയാണ്, അതുപോലെ കളരി ഒരു സാധനയാണ്, അതുപോലെ കലാപരമായിട്ട് നോക്കുകയാണെങ്കിൽ അഭിനയം ഒരു സാധനയാണ്. അതുപോലെ ഒരുപാട് സാധനകൾ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഇതിൽ നമ്മുടെ സംസ്കാരത്തിലുണ്ട്. അപ്പൊ ഈ സാധനകള് എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന ആ ബോധത്തെ ഈ പ്രപഞ്ച ബോധത്തിലേക്ക് ഉയർത്താൻ, അതിനാണ് നമ്മൾ സാധനകൾ ഒക്കെ ഉപയോഗിക്കുന്നത്. എല്ലാത്തിന്റെയും ലക്ഷ്യം എന്താണ്, എവിടേക്കാണ് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ എന്ന ബോധം നമ്മുടെ മൂലാധാരത്തിലാണ് ഇരിക്കുന്നത്, പ്രപഞ്ചബോധം നമ്മുടെ സഹസ്രാര പത്മത്തിലേക്ക്, ഞാനെന്ന ബോധത്തെ ഈശ്വരീയമായ ആ ബോധത്തിലേക്ക് ഉയർത്തുക എന്ന ആ വിദ്യ അന്വേഷിച്ചാണ് വിദേശ രാജ്യങ്ങൾ മുഴുവൻ ആ ഒരു വിദ്യ അന്വേഷിച്ചാണ് ശരിക്കും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ജ്ഞാനം തേടി വന്നവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് ഈ ഒരു വിദ്യക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ്. നമുക്ക് ഒരുപാട് ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടതുണ്ട്.
അപ്പൊ ഈ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അല്ലെങ്കിൽ നിറവേറ്റാൻ നമ്മുടെ ഈ ആത്മചൈതന്യത്തെ അല്ലെങ്കിൽ ഈ പ്രഭയെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ നമുക്കതിനെ പുഷ്ടിപ്പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളത് നമ്മൾ അതിനെ ക്രമീകരിക്കേണ്ടത്, അതിനെ ചാനലൈസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഋതിയുടെ ഷഡ്ചക്ര ധ്യാനത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സാധകൻ എന്ന നിലയിൽ അതിന്റെ ആത്മാന്വേഷികള്, സാധകര്, ഉപാസകര് പോകുന്ന വഴിയല്ല നമുക്ക് ഈ ഷഡ്ചക്ര ധ്യാനം പരിശീലിക്കുന്നതിലൂടെ നമ്മൾ എത്തിച്ചെല്ലുന്നത്. നമ്മളുടെ പ്രഭയെ വർദ്ധിപ്പിക്കാനാണ്. അപ്പൊ ഓരോ ചക്രങ്ങളും എന്തെന്ത് കാര്യങ്ങളെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, എന്തെന്ത് ഊർജമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സാധന ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങള് തൃപ്തികരമായ രീതിയിൽ നിറവേറ്റിക്കൊണ്ട് നമ്മളുടെ ഈ ഒരു ജീവിതം നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഈ കാര്യങ്ങളിൽ ആ ഒരു ചാനലൈസിങ് ഒക്കെ നമുക്ക് സാധ്യമാവണം. അങ്ങനെ ആ ചാനലൈസിങ് സാധ്യമാവുമ്പോഴാണ് നമ്മളുടെ മനസ്സ് ഏകാഗ്രമാകുന്നതും നമ്മളുടെ ലക്ഷ്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് പിന്തുടരാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ നമ്മൾ അഫർമേഷൻ എങ്ങനെയാണ് പറയുന്നത്, അത് ഏത് ടൈമിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപും അല്ലെങ്കിൽ ഉണർന്നെഴുന്നേറ്റ് ഉടനെയുമാണ് നമ്മളത് ചെയ്യുക പതിവ്, അല്ലെങ്കിൽ ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു നിർദ്ദേശത്തെ പകരാൻ നമുക്ക് കഴിയുന്ന സമയങ്ങൾ ഇവിടെയൊക്കെയാണ്. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസിൽ നിന്നും കോൺഷ്യസിലേക്കും കോൺഷ്യസിൽ നിന്നും സബ് കോൺഷ്യസിലേക്കും പോകുന്ന ആ ഒരു അവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവരിലും സംഭവിക്കുന്ന, എല്ലാവരിലും ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുന്ന ഒരു നിർദ്ദേശം സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കാൻ കഴിയുന്ന ഒരു സമയത്തെയാണ് നമ്മൾ ആ അഫർമേഷൻ ഉരുവിടാൻ വേണ്ടിയിട്ട്, ലോ ഓഫ് അട്രാക്ഷനിൽ അഫർമേഷൻ ഉരുവിടാനൊക്കെ പറയുന്ന ടൈം. ഇതല്ലാതെ ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരിലും സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ വലിയ തോതിലല്ലാതെ ചെറിയ തോതിൽ നമുക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടൈമൊക്കെയാണ്. അതല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സാധനയിലൂടെ, ഷഡ്ചക്ര ധ്യാനത്തിലൂടെ നമ്മളുടെ ചിന്തയിലൂടെ പ്രസരിക്കുന്ന ആ ഒരു ഊർജത്തെ വളരെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കാന്, നമ്മളുടെ മനസ്സിലുള്ള ചിത്രം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു വിഷൻ, അതിനെയൊക്കെ വളരെ പവർഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ടൈം നോക്കിയിരുന്നാൽ, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും സംഭവിക്കും. ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, ഈ അഫർമേഷനൊക്കെ കൊടുക്കുന്നത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആകുമ്പോൾ പലപ്പോഴും അത് മിസ്സിങ് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സാധാരണക്കാര് ഈ ടൈമിൽ ആ അഫർമേഷനും കാര്യങ്ങളൊക്കെ പിന്തുടർന്നു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അതിനേക്കാൾ ഉപരി ജീവിതത്തിൽ ഒരു ലക്ഷ്യം നമുക്ക് വളരെ വേഗത്തിൽ നേടിയെടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തെ നമ്മൾ പിന്തുടരുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ ഷഡാധാര ചക്രങ്ങൾ, നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള എനർജിയുടെ കേന്ദ്ര ബിന്ദുക്കളായിട്ടുള്ള ഷഡാധാരങ്ങളെ കുറിച്ച് ഭാരതീയമായ ആ ആത്മവിദ്യ ഉപദേശിക്കുന്നത്, ഈ ഷഡാധാര ചക്രങ്ങളെയും നമ്മൾ അറിഞ്ഞ് ആക്ടിവേറ്റ് ആക്കിയാൽ, എല്ലാ ദിവസവും നമ്മൾ ഒരു സാധനാക്രമം അതിൽ കൊണ്ടുവന്നാൽ, ഷഡാധാര ചക്രങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊണ്ടുവന്നാൽ, അവിടെ അതിനെ ഒരു ചാനലൈസിങ്ങിലൂടെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേർക്കാനും, ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ക്ലാസ്സിൽ, ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ അഫർമേഷനുകളൊക്കെ ഈ ഷഡാധാരങ്ങളിലുമുള്ള അല്ലെങ്കിൽ ഷഡ്ചക്ര ധ്യാനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആ അഫർമേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളെ, ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ സാധിക്കും. അതാണ് ഷഡാധാര ധ്യാനത്തിന്റെ അല്ലെങ്കിൽ ഷഡ്ചക്ര ധ്യാനത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ ഈ ഒരു ഷഡ്ചക്ര ധ്യാനത്തിന്റെ ക്ലാസ് അടുത്ത ആഴ്ചയിൽ നമുക്ക് ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം 7 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഷഡ്ചക്ര ധ്യാനം. അതിൽ ചക്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇപ്പോ അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പൊ എല്ലാവർക്കും ഷഡ്ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും അതിനെ ഷഡ്ചക്രങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം.
നമ്മുടെ മൂലാധാരം, ഷഡ്ചക്രങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷഡാധാരങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഘതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മം. അപ്പോ 7 6 ആധാരങ്ങളും സഹസ്രാര പത്മത്തിന് അതിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആധാര ചക്രങ്ങളിൽ സഹസ്രാര പത്മത്തെ കൂട്ടാത്തത്. അല്ലെങ്കിൽ അതും കൂട്ടി 7 ആധാര ചക്രങ്ങളെന്ന് പറയുന്ന ഒരു ഇതും കൂടിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ട്. 7 ചക്രങ്ങളായിട്ട് തന്നെ സങ്കല്പിച്ച് എടുക്കാറുണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്നത് 6 ആധാരങ്ങളെ കുറിച്ചാണ്. നമുക്കൊരിക്കലും ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ ഭൗതികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ, നമ്മളുടെ ചിന്തയെയും പ്രവൃത്തിയെയും ഒക്കെ ഏകാഗ്രമാക്കാൻ, അതിലൊക്കെ ശ്രദ്ധ കൊണ്ടുവരാൻ, അതിലൊക്കെ വിജയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്, അപ്പോൾ അല്ലെങ്കിൽ പരിശീലിക്കുന്നത്. അപ്പൊ അവിടെ ഷഡാധാരങ്ങളിൽ ആദ്യത്തേത് മൂലാധാരം എന്ന് പറയുന്നതാണ്. മൂലാധാരത്തിന്റെ പ്രത്യേകത, മൂലാധാരം 2 ഗുണങ്ങളാണ് നമുക്ക്. എല്ലാ ആധാര ചക്രങ്ങളിലും 2 തരത്തിലുള്ള എനർജി നമ്മളെ എപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കും. 2 തരത്തിലുള്ള എനർജിയാണ് അവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഈ രണ്ടും നമുക്ക് ആവശ്യമാണ്. ഒന്ന് വിപരീതമായിട്ടല്ല നമ്മൾ ഇവിടെ കാണേണ്ടത്, ഈ രണ്ടും നമുക്ക് ആവശ്യമാണ്. അതില് നമ്മൾക്ക് ഏതാണോ നമ്മുടെ ലക്ഷ്യങ്ങളെ തുണയ്ക്കുന്നത്, അതിന് സപ്പോർട്ടീവായിട്ട് വേണ്ടത്, ആ ഒരു ഊർജത്തെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് ആ ചക്രങ്ങളെ നമുക്ക് ആക്റ്റീവായിട്ട് നിർത്താൻ പറ്റുള്ളൂ. നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും ഒക്കെ സാധിക്കാം. അതിൽ മൂലാധാരത്തിന്റെ പ്രത്യേകത, മൂലാധാരത്തിൽ 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന് ജാഗ്രതയും ജഡതയും. ഒന്ന് ജാഗ്രത, 2 ജഡത. ജഡത എന്ന് പറഞ്ഞാൽ എന്താണ്? മടി, ഒന്നും ചെയ്യാതെ നിർഗുണാവസ്ഥയിലിരിക്കുന്ന ഒരു നിർഗുണ അവസ്ഥ, അതിനെയാണ് നമ്മൾ ശരിക്കും എന്താ പറയാ, ജഡത എന്ന് പറയും. അപ്പോ മൂലാധാരത്തിലുള്ള 2 ഗുണങ്ങളിൽ ഒന്ന് ജഡതയും മറ്റൊന്ന് ജാഗ്രതയുമാണ്. ജഡത എന്ന് പറഞ്ഞാൽ മടി, ജാഗ്രത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലുമുള്ള ഉത്സാഹം. ഉത്സാഹത്തോടു കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ജാഗ്രത് എന്ന് പറയുന്നത്. ജാഗ്രത് അവസ്ഥ, ജാഗ്രത അവസ്ഥ. അപ്പൊ ജഡതയും ജാഗ്രതയും നമുക്ക് നൽകുന്നത് മൂലാധാരമാണ്. ജഡത എന്ന് പറയുന്നത് മടിയാണ്, അല്ലേ? നമ്മൾ പല കാര്യങ്ങളിലും ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിനും ഇറങ്ങുമ്പോൾ, ആത്മീയമായ കാര്യങ്ങൾക്കായിട്ടും ഭൗതികമായ കാര്യങ്ങൾക്കായിരുന്നാലും ഇറങ്ങുന്ന സമയത്ത്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്ന സമയത്ത് 1 2 തടസ്സങ്ങളൊക്കെ അതിന്റെ മുന്നിൽ വരുമ്പോൾ നമ്മൾ മടി പിടിച്ച് അതിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ മടി പിടിച്ചൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ഇത് മൂലാധാരത്തിന്റെ ഒരു ഗുണമാണ്. മൂലാധാര ചക്രം നല്ല രീതിയിൽ വികസിക്കുമ്പോൾ, മൂലാധാര ചക്രത്തിൽ ബോധം വികസിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് മടി. അതുപോലെ ജാഗ്രത. ഈ മടിയാണോ നമുക്ക് ആവശ്യം, ജാഗ്രത ആണോ നമുക്ക് ആവശ്യം? മടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. മൂലാധാര ചക്രം വികസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അതാണ് മടി. ജാഗ്രത എന്ന് പറയുന്നത് നമ്മൾ നട്ട് നനച്ചെടുക്കേണ്ടതാണ്. ഇപ്പോ ഒരു ഭൂമി വെറുതെ കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോ കാടിന്റെ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. ഒരു സ്ഥലം വെറുതെ കിടക്കുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കളകൾ വളർന്നുകൊണ്ടേയിരിക്കും, ഇല്ലേ? കാട് പോലെ നമുക്ക് ആവശ്യമില്ലാത്ത വള്ളിപ്പടർപ്പുകളും പുല്ലും അങ്ങനെ കയറിയിട്ട് ഇത് പെട്ടെന്ന് വളർന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമുക്ക് ആവശ്യമുള്ള ഫലം നൽകുന്ന ഒരു വൃക്ഷം, ഒരു ചെടി വേണമെങ്കിൽ എന്ത് വേണം? നമ്മളത് നടണം, അതിനെ പരിപാലിക്കണം. അതിനെ ഒരു വട്ടം നട്ട് പരിപാലിച്ചു എന്നതുകൊണ്ട് എല്ലാ കാലവും അത് അതുപോലെ നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ചാൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ വിള കിട്ടേണ്ടതിന് എന്ത് ചെയ്യും? കളകൾ വന്ന് മൂടിപ്പോവും, ഇല്ലേ? നമ്മൾ എല്ലായിടത്തും കാണുന്നതല്ലേ? അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ജഡതയും ജാഗ്രതയും. ജഡതയും ജാഗ്രതയും നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ജഡത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും നമ്മളിൽ. ആ മടി എന്ന് പറയുന്ന അവസ്ഥ സ്വാഭാവികമായിട്ട് നമ്മളിൽ വളർന്നു വരും. പക്ഷെ അത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജാഗ്രത ആയിരിക്കാൻ, ഉത്സാഹത്തോടു കൂടി ഇരിക്കാൻ, അതിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാൻ നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞ് ചാനലൈസ് ചെയ്യേണ്ടതാണ്. ജാഗ്രത എന്ന ആ ഒരു ഗുണത്തിലേക്ക് നമ്മൾ നല്ലൊരു കൃഷിക്കാരനാകുന്നത് പോലെ കളകളെയൊക്കെ മാറ്റി, ആ മടി എന്ന് പറയുന്ന അവസ്ഥയൊക്കെ മാറ്റി, ആ ഊർജത്തെ ഊർജ്ജസ്വലതയിലേക്ക് അല്ലെങ്കിൽ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരാൻ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ നയിക്കുന്നതാണ് മൂലാധാര ചക്രത്തിന്റെ പ്രത്യേകത. ഇനി നമ്മൾ സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ഒരവസ്ഥ. ഇപ്പൊ മൂലാധാരത്തിന്റെ സ്ഥാനം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ഓർഗനായിട്ട് എവിടെയും തൊട്ട് കാണിക്കാനൊന്നും പറ്റില്ല. എന്നാലും ആ സ്ഥാനം നമ്മൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് നമ്മളുടെ
നട്ടലിന്റെ ഏറ്റവും കീഴ്ഭാഗത്ത് നമ്മളുടെ ജനനേന്ദ്രിയത്തിനും, അതായത് മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും താഴെയായിട്ടാണ് ഈ മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്താണ് നമ്മൾ ആ ചക്രത്തെ വിന്യസിക്കുക, അല്ലെങ്കിൽ അവിടെയാണ് ആ ഒരു ഊർജത്തിന്റെ ഒഴുക്ക് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അതിന് മുകളിലായിട്ട് നമ്മളുടെ ഇപ്പോ ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തായിട്ട്, ലൈംഗിക കേന്ദ്രത്തിലായിട്ട്, അതിന് കുറച്ച് മുകളിലായിട്ട്, നാഭിക്കൊക്കെ ഒരു നമ്മളുടെ ഇപ്പൊ ചക്രങ്ങൾ തമ്മിലുള്ള അകലം എടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ പെരുവിരലും ചെറുവിരലും നിവർത്തി പിടിച്ചു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള അകലം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ, മൂർധാവിൽ നിന്ന് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചക്രങ്ങളുടെയും സ്ഥാനം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ നമ്മുടെ കൃത്യം മൂർധാവിൽ നിന്ന് ഈ ഒരു അങ്കുലം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക് എത്തി. അവിടെ നിന്ന് അടുത്ത് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധി ചക്രത്തിൽ, ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ അത് ഓരോരുത്തരുടെയും കൈയുടെ അളവാണ് അവർക്ക് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് അറിയാം. അപ്പൊ അതിൽ മൂലാധാരത്തിൽ നിന്നും ആ ഒരു അത്രയും മുകളിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ചക്രമാണ്. സ്വാധിഷ്ഠാനത്തിന്റെ ചക്രത്തിന്റെ പ്രത്യേകത, അവിടെ രണ്ട് ഗുണങ്ങളുള്ളത്. ഒന്ന് സെക്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി. സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ആക്റ്റീവ് ആവുന്നതും ഈ സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് ആവുമ്പോഴാണ്. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ ചിട്ടപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മളൊരു കഥ എഴുതുകയാണ്, അതിനെ നല്ല ഭംഗിയായിട്ട് എഴുതി തീർക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സംഗീതം ഉണ്ടാക്കുകയാണ്, അങ്ങനെ നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി, നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാഹനം ഉണ്ട്, അങ്ങനെ എന്തു തന്നെയായിരുന്നാലും നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജി, നമ്മളുടെ സൃഷ്ടിയുടേതായിട്ടുള്ള ഒരു ഊർജം, അത് കുടികൊള്ളുന്നത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. അപ്പോ നമ്മൾ സ്വാധിഷ്ഠാന ചക്രം സ്വാഭാവികമായിട്ട് വികസിക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമി അല്ലെങ്കിൽ ഒരു അനിമൽ എന്നുള്ള നിലയിൽ, ഒരു ജീവി എന്നുള്ള നിലയിൽ നമ്മളിൽ ഉണരുന്ന, നേരത്തെ കളകൾ വളരുന്നത് പോലെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈംഗികതയാണ്. കാര്യം അത് പ്രകൃതിയുടെ ഒരു ഗുണം കൂടിയാണ്. അതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ ക്ലാസ്സിൽ പറയാം. അപ്പോ ഈ ലൈംഗികത സ്വാഭാവികമായിട്ട് ഉണരുന്ന ഒന്നാണ്. അവിടെ ആ ഒരു എനർജിയെ, ആ ലൈംഗിക ഊർജത്തെ നമ്മളൊന്ന് അറിഞ്ഞ് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറും. നമ്മളിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഊർജം പ്രവഹിക്കാൻ തുടങ്ങും. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും ഫലത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒത്തിരി ആ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ഊർജം നമുക്ക് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലായിരുന്നാലും, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നാലും ഒക്കെ, വ്യക്തിപരമായ ജീവിതത്തിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലായിരുന്നാലും ഒക്കെ വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ തയ്യാറാക്കുന്ന ഒന്നാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഭിയുടെ സ്ഥാനത്ത്, ആ ഒരു കേന്ദ്രത്തിൽ നമ്മളുടെ മണിപൂരക ചക്രം, ഈ ചക്രങ്ങൾക്ക് ഓരോന്നിനും നിറമൊക്കെ ഉണ്ട് കേട്ടോ. ആ നിറത്തിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ധ്യാന പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ചക്രങ്ങളായിട്ട് അത് മണിപൂരകത്തിൽ എത്തുമ്പോൾ, മണിപൂരകത്തിന്റെ പ്രത്യേകത, ഒന്ന് അവിടെയുള്ള രണ്ട് ഊർജങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സമൃദ്ധി, മറ്റൊന്ന് ദാരിദ്ര്യം. അല്ലെങ്കിൽ ഒന്ന് അസൂയ, മറ്റൊന്ന് ഉദാരത. ഇത് രണ്ടുമാണ് നമുക്ക് മണിപൂരക ചക്രത്തിൽ ഉള്ളത്. മണിപൂരക ചക്രത്തിന്റെ പ്രത്യേകത, നമ്മളിലെ അസൂയ, അതായത് മണിപൂരക ചക്രം വികസിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിൽ പക്ഷം വരിക. ഇപ്പൊ ഞാനും എൻ്റെ ഗുരുനാഥനും പറയുന്നത്, അല്ലെങ്കിൽ ഞാനും എൻ്റെ വീട്ടുകാരും പറയുന്നത് ശരി, മറ്റെല്ലാത്തിനെയും തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു ഊർജം ഉണ്ടാകുന്നത് മണിപൂരക ചക്രത്തിലാണ്. അതുപോലെ തന്നെ അതിന്റെ വിപരീതമായിട്ട് ഉദാരത എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഉദാരത എന്ന് പറയുന്നത് എന്താണ്? ഉദാരത എന്ന് പറയുന്നത് വളരെ വിശാലമായി എല്ലാത്തിനെയും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചുറ്റുമുള്ള പ്രാണികളെ പോലും റെസ്പെക്ട് ചെയ്യാനും അവരെ ഒന്നും ഉപദ്രവിക്കാതിരിക്കാനും അതൊക്കെ തന്നെ ഈശ്വരനാണെന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നതൊക്കെ എവിടെയാണ്? നമ്മുടെ മണിപൂരക ചക്രം ആക്റ്റീവ് ആയിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇത് ചുരുങ്ങുകയും ചെയ്യും. ആ ഒരു ഊർജത്തിന്റെ തന്നെ മറ്റൊരു വശമാണെന്ത്? ഈ അസൂയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്കൊക്കെ നമ്മൾ നയിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പൊ ഇത് ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇത് അസൂയ നമ്മളിൽ ഉണ്ടാവും. പക്ഷെ അതിനെ മാറ്റി ആ ഉദാരതയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? നമ്മളത് പരിശീലിക്കണം, അതിനെ അറിയണം. അപ്പൊ ഇതുപോലെ അടുത്ത ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ മണിപൂരകത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് ഹൃദയ ഭാഗത്തായിട്ട് വരുന്നതാണ് അനാഗത ചക്രം എന്ന് പറയുന്നത്. അനാഗത ചക്രം എന്നാ പറയാ. അപ്പൊ അനാഗത ചക്രത്തിൽ പ്രത്യേകത, അവിടെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അഹങ്കാരവും സ്നേഹവുമാണ്. അൺകണ്ടീഷണൽ ലവ്. നമ്മൾ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട്, അതാണ് ലവിന്റെ സിമ്പിളായിട്ട് തന്നെ, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അനാഗത ചക്രത്തിന്റെ പ്രത്യേകത, അവിടെയുള്ള രണ്ട് ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അഹങ്കാരവും മറ്റൊന്ന് എന്താണ്? സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ഇതാണ് അനാഗത ചക്രത്തിന്റെ പ്രത്യേകത. ഇത് വികസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളിൽ എന്ത് വരും? അഹങ്കാരം ഉണ്ടാവും, ഇല്ലേ? അത് മാറ്റി അൺകണ്ടീഷണൽ ലവ്, ഒരു കണ്ടീഷനും ഇല്ലാതെ നിരുപാധികമായിട്ടുള്ള, ഉപാധികളൊന്നുമില്ലാത്ത സ്നേഹം നമുക്ക് ഉണ്ടാവണം. എന്തിനോട്? പ്രപഞ്ചത്തിനോടും മറ്റ് മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടും ഒക്കെയും ഉണ്ടാവണം. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൃദയം വളരെ വിശാലമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്ന ഒന്നാണ് അനാഗത ചക്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മുകളിലേക്ക് ഉയരുന്ന സമയത്ത്, വീണ്ടും ഒരു പടി കൂടി മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. വിശുദ്ധി ചക്രം നമ്മുടെ ഈ ഭാഗത്ത്, തൊണ്ടയുടെ ഭാഗത്താണ് ഇരിക്കുക. വിശുദ്ധി ചക്രത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെയാണ് നമുക്ക് സന്തോഷവും ദുഃഖവും, സന്തോഷം, അകാരണമായ സന്തോഷം അല്ലെങ്കിൽ അകാരണമായ ദുഃഖം, അകാരണമായി തന്നെ നമ്മൾ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനൊരു കാരണം കണ്ടെത്തും. നമ്മൾ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ ചിത്രം കണ്ടതുകൊണ്ടാണ് നമ്മൾ സന്തോഷിച്ചത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടതുകൊണ്ടാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതല്ല, നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുടികൊള്ളുന്ന ഊർജം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് നൽകും. സന്തോഷവും നൽകും, ദുഃഖവും നൽകും. അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഇതൊന്നും അറിയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ദുഃഖം വർദ്ധിച്ചു വരും. ഇത് അല്ലെങ്കിലോ, നമ്മൾ ഇതൊന്നും അറിയുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അവിടെ ഒരു എനർജിയുടെ ഇൻബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അകാരണമായി സന്തോഷവും ദുഃഖവും കടന്നു വരും. ഇതുപോലെ ഇതിന് മുകളിലായിട്ട് പുരികമധ്യത്തിലായിട്ട് വരുന്നതാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. ആജ്ഞാചക്രം നൽകുന്നത് ദേഷ്യം ഒരു വശം, അല്ലെങ്കിൽ അവിടെയുള്ള രണ്ട് എനർജികളിൽ, ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ എല്ലാ ചക്രങ്ങളിലും രണ്ട് ഗുണങ്ങളാണ് നിൽക്കുക. അതിൽ ആജ്ഞാചക്രത്തിൽ വരുമ്പോൾ ദേഷ്യം ഒരു വശമാണെങ്കിൽ മറ്റൊരു വശം സിദ്ധിയാണ്. സിദ്ധി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സിദ്ധികളുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് സിദ്ധി കൈവരിക്കാൻ കഴിയും. ഒത്തിരി സിദ്ധികൾ നമുക്ക് ലഭ്യമാകും. ആജ്ഞാചക്രം വളരെയധികം പവർഫുൾ ആയി മാറുമ്പോൾ, ആക്റ്റീവായി മാറുമ്പോൾ നമുക്ക് ബ്ലെസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പവർ നമുക്ക് ലഭിക്കും ആജ്ഞാചക്രത്തിലേക്ക് എത്തുമ്പോൾ. അപ്പൊ ഈ 6 ചക്രങ്ങളിലുമുള്ള ഊർജങ്ങളെ നമുക്ക് വേണ്ട രീതിയിൽ വിന്യസിക്കാൻ ഉള്ള ഒരു മെഡിറ്റേഷൻ, 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ അടുത്ത ഞായറാഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ താല്പര്യമുള്ള എല്ലാവരും, ഇപ്പൊ ഞാനിതൊന്ന് പരിചയപ്പെടുത്താനുള്ള കാര്യം, ഷഡ്ചക്ര ധ്യാനം എന്നൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ആത്മീയതയിലേക്ക് ഉയർന്നു പോകാനുള്ള ധ്യാന പദ്ധതികളാണ് എന്നാണ്. എന്നാൽ നമ്മൾ ഋതിയിൽ ചെയ്യുന്ന ഷഡ്ചക്ര ധ്യാനത്തിന്റെ പ്രത്യേകത, ഇത് ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുക. കാരണം ഇതിന് ഈ 6 ആധാര ചക്രങ്ങളിലെയും ഊർജത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ വിന്യസിക്കാൻ അല്ലെങ്കിൽ ചാനലൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അഭിവൃദ്ധിയിലേക്കുള്ള പോക്കാണ് ഋതി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഋതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതും ചെയ്ത് പരിശീലിക്കേണ്ടതുമായിട്ടുള്ള ഒരു സാധനാക്രമമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അവിടെ ആത്മീയതയിലേക്കുള്ള ഒരു ഒഴുക്കല്ല, ശരിക്കും നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പൗഷ്ടികമായിട്ടുള്ള കർമ്മമായിട്ടാണ് നമ്മളിവിടെ നമ്മൾ സ്വയം നമ്മളുടെ ആ ഒരു എനർജി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി. നമുക്കല്ലാതെ ആത്മീയതയിലേക്ക്, അല്ലെങ്കിൽ സഹസ്രാരപത്മത്തെ കുറിച്ച് പറഞ്ഞില്ല. സഹസ്രാരപത്മത്തിന് ഇവിടെ ഈ 6 ചക്രങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടപ്പോ അവിടെ 2 ഗുണങ്ങൾ ഓരോ ചക്രങ്ങളിലും ഉണ്ടെങ്കിൽ സഹസ്രാരപത്മത്തില് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയാണ്. പരമാനന്ദമായ അവസ്ഥയാണ് സഹസ്രാരപത്മത്തിനുള്ളത്. അപ്പൊ ഈ പരമാനന്ദ അവസ്ഥയിൽ മുഴുകിയിരിക്കുക എന്നതല്ല ഋതിയുടെ ലക്ഷ്യം. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ മനുഷ്യനും ജീവിതത്തിൽ വ്യക്തിപരമായും അതുപോലെ സാമൂഹികപരമായും ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഋതിക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഋതി എന്ന ഈ ഒരു പദ്ധതി നമ്മൾ
രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള ആൾക്കാര് പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ഇത് മനസ്സിലാക്കുകയും ശീലിക്കുകയും ചെയ്യണം. അപ്പോഴാണ് അവരുടെ ബുദ്ധി വികാസത്തിന് ഇത് സഹായിക്കുക. അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും അധികം കോമ്പറ്റീഷൻ നിറഞ്ഞ ഈ ലോകത്ത് വളരെ അധികം നമ്മുടെ ലക്ഷ്യങ്ങളെ ജീവിതത്തിൽ വളരെയധികം നമ്മളെ മുന്നോട്ട് ചലിപ്പിക്കുന്ന, ഇപ്പൊ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നോക്കിയാലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളൊക്കെ നോക്കിയാലും വളരെയധികം നിരാശാജനകമായ വാർത്തകളും പലപ്പോഴും വളരെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒത്തിരി വാർത്തകളൊക്കെ നമ്മളെ തേടിയെത്താറുണ്ട്. പല വ്യക്തികളും ജീവിതം തന്നെ സ്വയം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാറുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതും, അതുപോലെ നമ്മൾ ഇത് പരിശീലിച്ചാൽ നമുക്കും നമ്മുടെ സമൂഹത്തിനും വളർന്നു വരുന്ന തലമുറയ്ക്കുമൊക്കെ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ക്ലാസ്സിൽ സംസാരിക്കാം. 7 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമാണ്. അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാവും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രോഗ്രാമുകളിൽ, അതോടൊപ്പം ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിൽ ഇതിൽ നോട്ട്സ് ആയിട്ടൊന്നും നമ്മൾ തരാറില്ല. ഇതിന്റെ റെക്കോർഡിംഗ് ആണ് നിങ്ങൾക്ക് തരുക. പക്ഷേ ഷഡാധാര ചക്രങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഷഡ്ചക്ര ധ്യാനം എന്ന് പറയുന്ന റിതിയുടെ ഈ പ്രോഗ്രാമിൽ, ആ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ പരിശീലിക്കാൻ ആവശ്യമായിട്ടുള്ള നോട്ട്സും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ടാവും. ഈ 7 ദിവസവും നമുക്ക് രാത്രിയിൽ 8 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ആ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഓരോ ചക്രത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട്. അതുപോലെ ഓരോ ദിവസവും നമുക്കതിൽ ആ ചക്രങ്ങളിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ എക്സ്പീരിയൻസുകൾ ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അതിന് പേഴ്സണൽ ആയിട്ട് തന്നെ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. പലർക്കും ചക്രങ്ങളിൽ ധാരണ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 6 ആധാര ചക്രങ്ങളെയും ചാനലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ, അതിനെ ക്രിയാത്മകമാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് ഒരു ഗുരുവിന് സാധിക്കും. അപ്പോ ആ പേഴ്സണലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഫോളോ അപ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 7 days പ്രോഗ്രാം, ഷഡ്ചക്ര ധ്യാനം എന്ന് പറയുന്ന 7 ദിവസത്തെ പ്രോഗ്രാം നമ്മുടെ ഒരു പെയ്ഡ് കോഴ്സ് ആയിട്ടാണ് ചെയ്യുക. അപ്പൊ പെയ്ഡ് കോഴ്സ് ആയിട്ട് ചെയ്യാനുള്ള കാരണം, പെയ്ഡ് കോഴ്സ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന് കുറച്ച് മൂല്യം ഉണ്ടാവുക. നമ്മൾ അതിന് വില കൽപ്പിക്കുള്ളൂ. അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയുള്ളൂ, ചെയ്യുള്ളൂ, നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് ഒരു മൂല്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ ഈ 7 ദിവസത്തെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 777 രൂപയാണ്. 777 രൂപയാണ് ഈ ഒരു കോഴ്സിന്റെ ഷഡ്ചക്ര ധ്യാനത്തിന്റെ ഫീ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ, വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. അത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ വന്നാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഷഡ്ചക്രങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അതുപോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു, ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും മൈക്ക് അലൗഡ് ആണല്ലോ അല്ലെ? ഓക്കെ, ഞാൻ മൈക്ക് അലോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.